ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഒരു മിനി വ്ളോഗാണ്. നമ്മളൊരു മെറ്റീരിയൽ എടുക്കാൻ പോകുന്ന വ്ളോഗാണ്. നമ്മൾ യൂട്യൂബിലും ഷോർട്സ് റീൽസിലൊക്കെ ഭയങ്കര തരംഗമായ ഒരു ഷോപ്പായിരുന്നു പരാഗ് ഫാഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കുറേ ഇടത്തുണ്ടെങ്കിലും നമ്മുടെ അടുത്തുള്ള കായംകുളത്ത് ആ ഒരു ഷോപ്പുണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അറിഞ്ഞ സമയത്ത് അവിടെ തന്നെ പോകാമെന്ന് വെച്ചു. കാരണം നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കുറേ ഷോപ്പിൽ തപ്പിയതാണ്, ഇതുവരെയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു കറക്റ്റ് ഷെയ്ഡ് ഇല്ല. അപ്പോൾ ഒലീവ് ഗ്രീൻ ഒക്കെ ഉണ്ട്. ഇത് ഒലീവ് ഗ്രീനിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് ഒരു ഷെയ്ഡാണ്. അപ്പം നമുക്ക് അത് തിരക്കിയാണ് പോകുന്നത്. അവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രതീക്ഷയില്ല. കാരണം ഒരു ഷോപ്പിലില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ ഈ ഒരു ഷോപ്പ് അറിയില്ലല്ലോ. അപ്പോൾ അത് ഈ ഒരു ഫ്രൂട്ട്സ് കടയിൽ ചോദിച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മളങ്ങനെ കണ്ടുപിടിച്ചു. പരാഗ് ഫാഷൻസ് എന്ന ആ ഒരു സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഷോപ്പാണ്. ചെറിയ ഷോപ്പാണ്, പക്ഷേ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട്. വൈറ്റ് കളറിലൊക്കെ വരുന്ന ഒരുപാട് ഡിസൈനൊക്കെ വരുന്ന മെറ്റീരിയലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വെൽവെറ്റിലൊക്കെ ഡിസൈൻ വരുന്ന മെറ്റീരിയൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കളർ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇങ്ങനെ കുറേ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അതിലെനിക്ക് വൈറ്റിൽ വർക്ക് വരുന്ന എല്ലാ മെറ്റീരിയലുകളും എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഇങ്ങനത്തെയൊക്കെയാണ്, അതായത് ഡാർക്ക് കളേഴ്സൊക്കെ വരുന്നത്. പിന്നെ അജ്രക്കിൻ്റെ അങ്ങനത്തെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ആകെ നമ്മുടെ ആ ഒരു ഷെയ്ഡ് മാച്ചായി വരുന്നത് ഈ ഒരു മെറ്റീരിയലേ ഉള്ളായിരുന്നു. അങ്ങനെ ഈ ഒരു മെറ്റീരിയൽ എടുക്കാമെന്ന് വെച്ചിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങുന്നുണ്ട്. പിന്നെ അതിന് മാച്ചായിട്ടുള്ള നെറ്റും ലൈനിങ്ങും കാര്യങ്ങളും ഒക്കെ വാങ്ങി. ഇവിടെ തന്നെ ലൈനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ, മാച്ചായത്. പിന്നെ നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിൻഡോ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ദേ പോകുന്ന വഴിക്ക് കണ്ടാണ് സ്വാതി സ്ക്രീൻസ്. അപ്പോൾ എൻ്റെ ബ്രദേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ പണ്ട് ഇവിടെയൊക്കെ സിനിമ കാണാൻ വരുമായിരുന്നെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.